ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് വേറൊരു ക്രാഫ്റ്റാണ് കേട്ടോ ഉണ്ടാക്കാൻ പോകുന്നത്. അതും ക്ലേ വെച്ചിട്ട് തന്നെ, ഞാനുണ്ടാക്കിയ ക്ലേ തന്നെയാണ്. അപ്പോൾ ഇതും പിൻട്രസ്റ്റിൽ കണ്ടിട്ട് ഇഷ്ടപ്പെട്ട ഒരു സാധനം തന്നെയാണ് കേട്ടോ. അതിൻ്റെ കുറച്ചും കൂടി ചെറിയ ഫോമിലുള്ളതാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതുപോലെ ക്ലേ ഞാനൊന്ന് പരത്തി എടുത്തിട്ടുണ്ട് കേട്ടോ. ഒന്ന് മിനുസപ്പെടാനും ഇച്ചിരി ഭംഗിയൊക്കെ ആവാൻ വേണ്ടിയിട്ട് ഇതുപോലൊരു സ്കെയിൽ വെച്ചിട്ട് ഒന്ന് നന്നായി മിനുസപ്പെടുത്തി കൊടുക്കുന്നുണ്ട്. പിന്നെ ഇങ്ങനെ ആക്കി കൊടുക്കുമ്പോൾ എല്ലാ സൈഡും ഒരേ കനത്തിലാകാനൊക്കെ നല്ലതാണല്ലോ. അപ്പോൾ ഏകദേശം ഒന്ന് പരത്തി കൊടുത്തതിന് ശേഷം ഇതുപോലെ ഒരു ഹാർട്ട് വരച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. അത്ര ഭംഗിയൊന്നുമില്ല, എന്നാലും ഒരു ഹാർട്ട് വരച്ചു കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ കട്ട് ചെയ്യാൻ വേറെ ഒന്നും നമുക്ക് വേണ്ട. ഈ സ്കെയിൽ തന്നെ ധാരാളം മതി കേട്ടോ. ഇത് വെച്ചിട്ട് ഇതുപോലെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. ഇനി കയ്യിൽ യാതൊരു സാധനങ്ങളും ഇല്ലാത്തതുകൊണ്ട് ഉണ്ടാക്കാൻ പറ്റിയില്ല എന്ന് വിഷമിച്ചിരിക്കുന്നവർക്ക് ഇതുപോലെയുള്ള കൊച്ചു കൊച്ചു സാധനങ്ങളൊക്കെ, നമ്മുടെ കയ്യിലുള്ള സാധനങ്ങളൊക്കെ തന്നെ മതി നമുക്ക് ഉണ്ടാക്കാൻ. എല്ലാ സാധനങ്ങളും മേടിച്ചിട്ടേ നമ്മൾ ഉണ്ടാക്കുള്ളൂ എന്ന് വാശി പിടിച്ചിട്ട് ഇരുന്നിട്ടുണ്ടെങ്കിൽ അങ്ങനെ ഇരിക്കത്തേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ കയ്യിലുള്ള സാധനങ്ങളൊക്കെ വെച്ചിട്ട് നമുക്ക് ഭംഗിയായിട്ട് നമ്മുടെ മനസ്സിൽ ആഗ്രഹമുള്ള സാധനങ്ങളൊക്കെ ഉണ്ടാക്കാം കേട്ടോ. അപ്പോൾ ഇതുപോലെ നമുക്കൊന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ സ്കെയിൽ വെച്ചിട്ട് തന്നെയാണ് കേട്ടോ ഞാൻ എല്ലാം ചെയ്തിട്ടുള്ളത്. അതുപോലെ ഒന്ന് ഷേപ്പാക്കി എടുത്തിട്ടുണ്ട്. ജസ്റ്റ് അതൊന്ന് ഉരച്ച് കുളിപ്പിച്ച് കുട്ടീനെ ഇല്ലാണ്ടാക്കുക എന്ന് പറഞ്ഞതുപോലെ ഉണ്ടായിരുന്ന നല്ല ഷേപ്പൊക്കെ ഒന്ന് കളഞ്ഞ് കോളാക്കിയിട്ടുണ്ട് കേട്ടോ. നമുക്ക് ലാസ്റ്റ് റെഡിയാക്കി എടുക്കാം. വീണ്ടും ഞാനൊരു സാധാ ബ്രഷാണ് കേട്ടോ എടുത്തിട്ടുള്ളത്, നമ്മുടെ പെയിൻ്റ് അടിക്കുന്ന ബ്രഷ്. അതുകൊണ്ട് വീണ്ടും ഉള്ളിൽ ഒരു ഹാർട്ട് വരച്ച് കൊടുത്തിട്ടുണ്ട്. ആ ഹാർട്ടിൻ്റെ ഉള്ളിൽ നിന്ന് പതുക്കെ മണ്ണൊക്കെ നമ്മൾ എടുത്ത് മാറ്റിയിട്ടുണ്ട് കേട്ടോ. നമുക്ക് ആ സ്കെയിൽ വെച്ച് തന്നെ കുറച്ചും കൂടി ഭംഗിയായിട്ട് വൃത്തിയായിട്ട് ക്ലേ എടുത്ത് മാറ്റിക്കളയാം. അപ്പം ഇതുപോലെ പതുക്കെ നമുക്ക് അതിൻ്റെ ഉള്ളിലുള്ള ക്ലേ ഒക്കെ ആവശ്യമില്ലാത്ത ഭാഗമൊക്കെ നമുക്ക് എടുത്ത് മാറ്റാം കേട്ടോ. മാറ്റിയതിന് ശേഷം നമുക്ക് വീണ്ടും ആദ്യം ചെയ്ത പോലെ സ്കെയിൽ വെച്ചിട്ട് ഒന്ന് ഫുള്ളായിട്ട് ക്ലീൻ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമ്മുടെ കയ്യിലുള്ള ബ്രഷ് ഏതെങ്കിലും വെച്ചിട്ട് നമുക്ക് ഒന്ന് വെള്ളം തൊട്ട് ഒന്ന് മിനുസപ്പെടുത്തി കൊടുത്താൽ മതി. അപ്പോൾ നല്ല ഭംഗിയായിട്ട് കിട്ടും കേട്ടോ. അപ്പോൾ ചെറുതായിട്ടൊന്ന് വെള്ളം തൊട്ട് കൊടുത്താൽ മതി, ഓവർ വെള്ളമൊന്നും ആക്കണ്ട. ഇതിൻ്റെ ഉള്ളിലുള്ള ആവശ്യമില്ലാത്ത സാമഗ്രികളെല്ലാം എടുത്ത് മാറ്റി ഇതാക്കിയിട്ടുണ്ട്. ഇനി സ്കെയിൽ വെച്ചിട്ട് ഇതുപോലെ പതുക്കെ ഒന്ന് മിനുസപ്പെടുത്തുക. പിന്നെ ഇതുപോലെ ഒന്ന് വെള്ളം നനച്ച് ഒന്ന് ഷേപ്പാക്കി എടുക്കുക. ആവശ്യമില്ലാത്ത ഭാഗങ്ങളൊക്കെ എവിടെയെങ്കിലുമൊക്കെ പൊങ്ങിയൊക്കെ നിൽപ്പുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് ഷേപ്പാക്കുക കേട്ടോ. അപ്പോൾ ഇതുപോലെ കുറച്ച് ടൈം എടുക്കും നമ്മളൊന്ന് ഷേപ്പാക്കി വൃത്തിയാക്കി കിട്ടാൻ വേണ്ടിയിട്ട്. ഇതുപോലെ പറ്റണ പോലെ നമുക്ക് വൃത്തിയാക്കി എടുക്കാം കേട്ടോ. അപ്പം ഇങ്ങനെ ആക്കിയതിന് ശേഷം നമുക്ക് അധികം വെയിൽ കൊള്ളണ്ട, നമുക്കൊരു തണലത്തൊക്കെ വെച്ചിട്ട് നന്നായിട്ട് ഉണക്കിയെടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. കുറച്ച് തണൽ, അല്ലെങ്കിൽ ഞാൻ പെരയ്ക്കകത്ത് വെച്ചിട്ടാണ് കേട്ടോ ഉണക്കിയെടുക്കുന്നത്. ഒരു ദിവസം ഫുള്ള് പെരയ്ക്കകത്ത് വെച്ച് പിറ്റേ ദിവസം ഒരു തണുത്ത തണലത്ത് വെച്ചിട്ട് ആണ് ഉണക്കിയെടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പം ഇതുപോലെ ഉണ്ട്. ഇത് കുറച്ചും കൂടി ഒന്ന് വൃത്തിയാക്കി എടുത്തിട്ട് നമുക്ക് ഉണക്കിയെടുത്തതിന് ശേഷം ഇങ്ങനെയാണ് കേട്ടോ ഉള്ളത്. ഇപ്പോൾ നല്ല ഉറപ്പുണ്ട്, കൊട്ടി നോക്കുമ്പോൾ നന്നായിട്ട് ഉറപ്പുള്ളതുപോലെ നമുക്ക് മനസ്സിലാവുന്നുണ്ട് കേട്ടോ. ഇനി നമുക്കിതൊന്ന് പെയിൻ്റ് അടിച്ചെടുക്കാം. സാധാരണ എല്ലാവരും റെഡ് ഹാർട്ടായിരിക്കുമല്ലോ പ്രതീക്ഷിക്കുന്നത്. ഞാനിവിടെ റെഡല്ല, ബ്ലൂ ആണ് കേട്ടോ കൊടുക്കുന്നത്. എനിക്കൊരാഗ്രഹം ബ്ലൂ കളറ് കൊടുത്താൽ എങ്ങനെ ഉണ്ടാവുമെന്നറിയാൻ. അപ്പം ഞാൻ ഫുൾ ബ്ലൂ കളറൊന്ന് കൊടുക്കുവാണ് കേട്ടോ. അപ്പോൾ വേണമെങ്കിൽ നമുക്ക് പ്രൈമറായിട്ട് വൈറ്റൊക്കെ ഒന്ന് അടിച്ചു കൊടുക്കുകയാണെങ്കിൽ നല്ല ഭംഗിയിൽ കിട്ടും. പക്ഷേ എൻ്റെ കയ്യിൽ വൈറ്റ് ഇല്ലാത്തതിനാൽ അത് വിഷമിച്ചിരുന്നിട്ട് കാര്യമില്ലല്ലോ. നമുക്കിത് ബ്ലൂ കളർ ആദ്യം തന്നെ അടിച്ചു കൊടുക്കാം കേട്ടോ. വൈറ്റൊക്കെ അടിക്കുവാണെങ്കിൽ ഒന്നും കൂടി ഒന്ന് ബ്രൈറ്റായിട്ട് നല്ല കളർ കിട്ടും. ഇപ്പോൾ ഈ വീഡിയോയിൽ കാണുന്ന കളറല്ല കേട്ടോ യഥാർത്ഥത്തിലുള്ള കളറ്, കുറച്ചും കൂടി ലൈറ്റായിട്ടുള്ള കളറാണ്, റിയൽ ആയിട്ടുള്ള കളറ്. ഇപ്പോൾ ഇതിനകത്ത് നല്ല ബ്രൈറ്റായിട്ടാണ് കേട്ടോ കാണുന്നത്. അപ്പം ഇതുപോലെ ഫുള്ളായിട്ട് നമുക്ക് മുക്കും മൂലയും അരികും എല്ലാം അടിച്ചു കൊടുക്കാം കേട്ടോ. സാൻഡ് പേപ്പറൊക്കെ വെച്ചിട്ട് ഉരയ്ക്കുവാണെങ്കിൽ ചിലപ്പം കുറച്ചും കൂടി വൃത്തിയാവും തോന്നുന്നു. അപ്പം സാൻഡ് പേപ്പറും കയ്യിലില്ലാത്തത് കൊണ്ട് ഉരയ്ക്കാനും ഞാൻ നിന്നില്ല. അപ്പം ഇതുപോലെ നമുക്ക് ഫുൾ ചുറ്റോട് ചുറ്റും ഒന്ന് അടിച്ചു കൊടുക്കാം കേട്ടോ. അടിച്ചു കൊടുത്തതിന് ശേഷം നമുക്ക് ഒരു ദിവസമൊന്നും വേണ്ട, 1 മണിക്കൂർ വയ്ക്കുമ്പോൾ തന്നെ നന്നായിട്ട് ഉണങ്ങിയിട്ട് കിട്ടും കേട്ടോ.
ഉണങ്ങിയതിന് ശേഷം നമുക്ക് ഇതിനകത്ത് ഒത്തിരി വലിയ സാധനങ്ങളൊന്നും ഇടാൻ പറ്റില്ലെങ്കിലും എന്തെങ്കിലുമൊക്കെ കുഞ്ഞു കുഞ്ഞു സാധനങ്ങളൊക്കെ ഇടാം കേട്ടോ. അപ്പോൾ ഇതുപോലെ തന്നെ ഞാൻ വേറൊരു റെഡ് ഹാറ്റും ചെയ്തിട്ടുണ്ട് കേട്ടോ. അത് പിന്നെ അധികം ഷേപ്പാക്കാനൊന്നും നിന്നില്ല, കൈ വെച്ചിട്ട് തന്നെയുള്ള പരിപാടിയായിരുന്നു. സ്കെയിൽ പോലും ഉപയോഗിക്കാണ്ട് ഉണ്ടാക്കിയതാണ് കേട്ടോ ഇത്. അപ്പോൾ ഇതുപോലെ 2 ഹാർട്ടുകൾ ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതുപോലെ എന്തെങ്കിലും സാധനങ്ങളൊക്കെ നമുക്ക് ഇട്ട് വയ്ക്കാം കേട്ടോ. അപ്പോൾ എൻ്റെ കയ്യിലുണ്ടായിരുന്ന കുഞ്ഞു കുഞ്ഞു സാധനങ്ങളൊക്കെ ഞാനൊന്ന് ഇട്ട് നോക്കി, നല്ല രസമുണ്ട് കേട്ടോ കാണാൻ. അപ്പം ഇതാണ് എൻ്റെ ഇഷ്ടപ്പെട്ട അടുത്ത പിൻട്രസ്റ്റിൽ കണ്ട സാധനം കേട്ടോ. അപ്പോൾ പുതിയ സാധനങ്ങളുമായിട്ട് വീണ്ടും വരുന്നതായിരിക്കും. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.